നമ്മളിന്ന് കിഡോഫി മാളിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ വന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. ഇന്നാണെങ്കിൽ കുട്ടാപ്പിച്ചേട്ടയുടെ മോളുടെ 1ാം പിറന്നാളാണ്. അപ്പം മോൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കുഞ്ഞു അപ്പും പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവരുടെ കളി കണ്ടിട്ടേ അവിടുത്തെ ചേട്ടൻ ദേ നമ്മുടെ കുഞ്ഞുവിനെ അപ്പുനെ ആ ജീപ്പിലൊക്കെ ഒന്ന് കയറ്റി അവരത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒരു റൗണ്ട് അടുപ്പിച്ച് ഇത്രയും സെറ്റപ്പാണ് ഈ കിഡോഫി മാളിന്ന് ഞാൻ ഇന്നാണ് കേട്ടോ അറിഞ്ഞത്. കാരണം എല്ലാ ഐറ്റംസും ഉണ്ട്, അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അവിടുത്തെ പേട്ടൻ പറയാ കുഞ്ഞിന്റെ ഷർട്ട് മാറ്റിയിട്ട് നമുക്കൊരു ബനിയൻ എടുക്കാന്നേ. അങ്ങനെ ദേ കുഞ്ഞിന് ഈ ഒരു ബനിയനും അവിടുന്ന് എടുത്തിട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിന് ബനിയൻ എടുത്തത് കണ്ടിട്ട് അപ്പൂനൊരു കൂസലില്ല കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുശുമ്പും ഞൊടിച്ചിലൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ കണ്ടതുകൊണ്ട് അവന് ഡ്രസ്സിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഈ കളിപ്പാട്ടത്തിൽ എന്തെങ്കിലും കിട്ടുമെന്നായിരുന്നു അവൻ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ നടന്നില്ല. എല്ലാം എടുത്ത് കളിക്കാനൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷെ ഒന്നും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. ഇന്ന് നമ്മൾ കുഞ്ഞുവാവയ്ക്ക് ഗിഫ്റ്റ് വാങ്ങുള്ളൂ, നിങ്ങളെ ബർത്ത്ഡേ ആകുമ്പോൾ ഇവിടെ വന്ന് ഗിഫ്റ്റ് വാങ്ങാന്ന് പറഞ്ഞപ്പോൾ അപ്പൂന്റെ മുഖം വാടിയത് കണ്ടോ. നമ്മൾ ഈ ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള വണ്ടിയാണ് എടുത്തത്. ഒന്നും വാങ്ങിക്കൊടുത്തില്ലേലും കുഞ്ഞു അപ്പു നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അത്യാവശ്യം ഇവിടെ എല്ലാത്തിലും കുത്തി മറിഞ്ഞ് കളിച്ചിരുന്നു. കളികളാണെങ്കിൽ പലതരത്തിലുണ്ടായിരുന്നു കേട്ടോ. അവസാനം പുലിക്കളിയിൽ വരെ എത്തി. കണ്ടോ ചേട്ടനും അനിയനും കൂടെ അറമാദിക്കുന്നത്. എന്തായാലും കിഡോഫിയിലേക്ക് ഒരു വരവും കൂടി വരേണ്ടി വരുന്ന മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമ്മളെത്തുമ്പോഴേക്കും കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങോട്ട് എടുത്തു. കിക്കിമോള് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ ഉറക്കം വരുന്ന പോലെ ഉണ്ട് ആൾക്ക്. അങ്ങനെ പിന്നെ നമ്മൾ നല്ല ബിരിയാണിയും കഴിച്ചിട്ട് വീട്ടിലോട്ട് വിട്ടു.